പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് മലദ്വാരത്തിൽ വെച്ചിട്ട് 3 ദിവസം കെട്ടി വെച്ചിട്ടുണ്ടായി. ഇയാൾക്ക് പൈൽസ് മാറുന്ന ആരോ പറഞ്ഞു. ഈ മലയാളികൾക്ക് അനറക്ടൽ ഡിസീസ് എന്തോ എന്നുള്ളത് അവർക്ക് പൈൽസാ, അങ്ങനെ ഒരു സംഗതിയുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൈൽസ് ആണെന്ന് കരുതി വെച്ചുകൊണ്ടെന്ന് ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയും. കെട്ടിടുന്ന ഒരാളോട് പോയി ചോദിച്ചാൽ അയാൾ എന്തുമാത്രം വേദന സഹിക്കുന്നു എന്നുള്ളത് അവർ പറഞ്ഞു. ഇങ്ങനെ അവർ ആ വേദന മുഴുവൻ സഹിക്കുകയും ചെയ്യും, നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അവരുടെ അത്രയും നാളത്തെ ജോലി, വേദന, ബ്ലീഡിങ് ഇതൊക്കെ വരികയും ചെയ്യും. പിന്നെയും ഒരു സർജറിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം. ലേസർ ഒരു മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയറാണ്, ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. അത് രാവിലെ ഈ പറഞ്ഞ പോലെ രാവിലെ ചെയ്തിട്ട് നിങ്ങൾക്ക് വൈകിട്ട് പോകും. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം ഒരു 10% അല്ലെങ്കിൽ ഒരു 15% ആൾക്കാർക്ക് നമ്മളൊരു നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ശരിക്കും ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇപ്പോൾ സാർ, ഞാനൊരു ഡോക്ടറായിട്ട് സംസാരിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അല്ലു ജനറൽ സർജൻ, ആളുടെ അടുത്തേക്ക് പാഡ് വെച്ച് വരുന്ന ആളുകളുണ്ട് പൈൽസ് കാരണം. അതുപോലെ തന്നെ വിരലിട്ട് മോഷൻ പുറത്തേക്ക് ഇട്ട് വരേണ്ട അത്രയും വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. സാർ ഇപ്പം ഡീൽ ചെയ്ത് വെച്ചിട്ടേ എത്രയും വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്, ഈ ഇത് പറയാതെ ഇത് വെച്ചുകൊണ്ടിരുന്ന ട്രീറ്റ് ചെയ്യാതെ? പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ഈ ഒരു 3 ഏറ്റവും കൂടുതലായിട്ട് പ്രൊക്ടോളജി എന്ന് നമ്മൾ പറയുന്നത്. പ്രൊക്ടോളജിയിൽ ശരിക്കും ആളുകൾ അവെയർ ആയതുകൊണ്ടാണോ അല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, 7 to 10 years ആയിട്ടുള്ള ലേസർ വന്നു തുടങ്ങി ഈ പ്രൊക്ടോളജിയിലേക്ക്. അതിന് മുന്നേ ഈ പേഷ്യൻസ് ആക്ച്വലി കാണിക്കാൻ പോകാറില്ല ഇങ്ങനത്തെ കേസസ്. സോ ഐ ഹാവ് സീൻ ദ വേർസ്റ്റ് ഓഫ് കേസസ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ പൈൽസ് മുഴുവൻ പുറത്തിറങ്ങി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വ്രണമായിട്ടിരിക്കുന്ന ഓരോ അവസ്ഥകൾ നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇത് ഇങ്ങനെ, നിങ്ങളുടെ ശരീരം തന്നെയല്ലേ, എന്തിനാ ഇത് നിങ്ങൾ ഇത്രയും വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ ബ്ലീഡിങ് എല്ലാ ദിവസവും ബ്ലീഡ് ചെയ്യുന്ന പേഷ്യൻസ്, അയാളുടെ ഹീമോഗ്ലോബിൻ ലെവലൊക്കെ 3, 4 ആയിട്ട് നമ്മുടെ അടുത്ത് എത്രയോ പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, എന്തായിരുന്നു ഇത്രയും ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ? അവരുടെ മെയിൻ കൺസേൺ 2 കാര്യമാണ്. ഒന്ന്, അവർക്ക് അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ കാണിക്കാനുള്ള മടി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വേദന സഹിക്കാൻ. അതായത് ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്രയും വേദന ഉണ്ടാവും, അത് സഹിക്കാനുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് അവരോടൊന്നും പറയാനില്ല. ഈ 2 കാര്യങ്ങൾ അവർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം ശരിയാണ്, അവരുടെ ഭാഗത്തും ഇതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോൾ പൈൽസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ തൊട്ടാവാടി വെറും വയറ്റിൽ കഴിക്കുക, അതുപോലെ തന്നെ താറാമുട്ട ഉപ്പിട്ട് കഴിക്കുക, പച്ചക്കപ്പലിൻ്റെ കുറേ വാരത്തെ കഴിക്കുക, ഇതൊക്കെയുള്ളൊരു പ്രവണതകൾ. ഇതൊക്കെ മാത്രം വീട്ടിൽ പരീക്ഷിച്ച് മാത്രം വേഴ്സൺ ആവുന്ന കണ്ടീഷൻസ് ഉണ്ടോ? പേഷ്യൻസ് വരാറുണ്ടോ? ഡെഫിനറ്റ്ലി എന്തോരം ആൾക്കാർ നമ്മൾ കേൾക്കാത്ത ഓരോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരും. എനിക്ക് ഇത്രയും നാളായിട്ട് ഞാൻ സർജൻ എന്ന നിലയിൽ ഞാൻ ഒരു വേഴ്സ്റ്റ് ഒറ്റൊരു കണ്ടീഷനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു പേഷ്യന്റ് ഇതേപോലെ 3 days ആയിട്ട് കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് മലദ്വാരത്തിൽ വെച്ചിട്ട് 3 ദിവസം കെട്ടി വെച്ചിട്ടുണ്ടായി. ഇയാൾക്ക് പൈൽസ് മാറുന്ന ആരോ പറഞ്ഞിട്ട്. ഞാൻ ആ പേഷ്യന്റിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത്? അതെല്ലാം പൊട്ടി പഴുത്ത് എന്താ പറയാ, ഇത് പറയാനില്ല അതിന്. പിന്നെ ഇതേപോലെ ഒരുപാട് കേസസ്. അതായത് നമുക്ക് ഇത് റീസെൻ്റ്ലി എനിക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടീച്ചറാണ്, എൻ്റെ വെൽ ഓഫ് ഫാമിലി ഫ്രം വയനാട്. ഇത്രയും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം, എല്ലായിടത്തും ഒക്കെ ഡിസ്കഷൻസ് ഒക്കെ വരുന്നില്ലേ. ഇത് അവരുടെ വീട്ടിൻ്റെ അടുത്തൊരു കെട്ടിടുന്ന ഒരാൾക്കാർ. ഞാൻ ശരിക്ക് നമ്മൾ പറയില്ലേ, നമ്മൾ ഇതെന്താ പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, സ്കിന്നൊക്കെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. ആ ഏരിയയിലൊന്നും സ്കിന്നില്ല, മലദ്വാരത്തിന്റെ അവിടെ സ്കിന്നില്ല, പഴുത്ത് പൊട്ടി ഒലിച്ചുകൊണ്ട് വന്നിട്ട് ആ കൊച്ചിന് ഇരിക്കാൻ തന്നെ വയ്യ. ഷീസ് എ മാരീഡ് ഫീമെയിൽ, ബട്ട് ഷീ ഡസന്റ് ഹാവ് കിഡ്സ്. ബട്ട് ആ ഒരു കണ്ടീഷൻ എനിക്ക് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ അവരുടെ മദറിനോടും ഫാദറിനോടൊക്കെ ചോദിച്ചത്, ഒരു 10% പോലും ഒരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവില്ലേ? നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അതും അത് കെട്ടിട്ടിട്ട് ഒരു 10th or 15th day ആണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ബ്ലീഡിങ് നിൽക്കാത്ത ബ്ലീഡിങ് കാരണം. അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ആൾക്കാരുണ്ടാവും. അപ്പം ശരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം
ഒരു 10% അല്ലെങ്കിൽ ഒരു 15% ആൾക്കാർക്ക് നമ്മളൊരു നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ശരിക്കും ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതുപോലെ എനിക്ക് ഇതുപോലെ തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പേപ്പറിലൊക്കെ ഉണ്ടാവും, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ പൈൽസ് മാറ്റി തരും, ഹെർണിയ മാറ്റി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡുകളിൽ കൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇവർ ഇത് കരിയിച്ച് കളയും, എന്നിട്ട് ഈ പറയുന്ന പോലെ കരിയിച്ച് കളഞ്ഞിട്ട് ഈ വ്യാജ വൈദ്യന്മാരുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ എത്തിപ്പെടുക, അത് പിന്നെയും ഈ പറഞ്ഞ പോലെ വലിയൊരു കണ്ടീഷൻ വേർഷനാക്കുക. ഇങ്ങനെ ഡിലേ ചെയ്യുന്നത് എത്രമാത്രം വേർഷൻ ആക്കാറുണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിന്റെ? ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ അതൊരു ഇതെന്താ അറിയോ, പെട്ടെന്ന് ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിന് പെട്ടെന്ന് ഒരു ചികിത്സ വേണം. അതും എന്താ പറയാ, എനിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സ വേണം. അപ്പം ഇങ്ങനത്തെ ക്വാക്സ് ആയാലും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പരസ്യങ്ങൾ കൊടുക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് ഈ ഒരു സാധനം, വേദന ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. പക്ഷേ ഒരു കെട്ടിട്ടുള്ള ഒരാളോട് പോയി ചോദിച്ചാൽ മതി, അത് നമ്മൾ കാണുന്നതുകൊണ്ടാണ്. കെട്ടിടുന്ന ഒരാളോട് പോയി ചോദിച്ചാൽ അയാൾ എന്തുമാത്രം വേദന സഹിക്കുന്നു എന്നുള്ളത് അവർ പറഞ്ഞുതരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ കെട്ടിട്ട ആൾ ഈ പേഷ്യന്റിനെ കാണുന്നില്ല, പിന്നെ ഇവര് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ അടുത്തേക്കാണ് വരിക. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാ? അപ്പൊ കുറെ പേര് പറയുന്നത് ഇതാണ്, കോസ്റ്റ് കുറവാണ്, ചിലപ്പോ ഇത് മാറിയാലോ, ഇതാണല്ലോ ആ ഒരു വിശ്വാസമാണല്ലോ എല്ലാവരുടെയും ഇത്. അപ്പൊ അതിലാണ് ഇങ്ങനെ എല്ലാവരും പോവുക. പക്ഷെ അതൊരു വേഴ്സ്റ്റ് കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും അവരോട് ഒരു പാവം തോന്നും, പേഷ്യൻസിനോട്. ഇതിങ്ങനെ അവർ ആ വേദന മുഴുവൻ സഹിക്കുകയും ചെയ്യും, നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അവരുടെ അത്രയും നാളത്തെ ജോലി പോകാൻ പറ്റാത്തൊരവസ്ഥ, വേദന, ബ്ലീഡിങ് ഇതൊക്കെ വരികയും ചെയ്യും. പിന്നെയും ഒരു സർജറിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം. അപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഒരു സർജന്റെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ പോവാന്നുള്ളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ശരിക്കും ഒരു ഡോക്ടറെ എന്തായാലും സമീപിച്ചിരിക്കണം, ഒരു സർജനെ, ആരെങ്കിലും ഒരാളെ. അല്ലെങ്കിൽ വേണ്ട സർജറി വേണ്ട, ഒരു മെഡിസിൻ ഡോക്ടറെ പോയി കാണുക. അറ്റ്ലീസ്റ്റ് അതിനുള്ള നല്ലൊരു മെഡിസിൻസ് കിട്ടുമല്ലോ. ഓക്കെ. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ കുറേ പേർക്കെങ്കിലും ചിലപ്പോൾ കോമൺ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കുമോ? എന്താ ഡോക്ടർ പറയുക? ഡെഫിനറ്റ്ലി പൈൽസ് വരുന്നതിന്റെ മെയിൻ ഒരു കോസ് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മലം മുറുകി വരിക, അത് നമ്മുടെ പല കാരണം കൊണ്ടാവാം. അത് ദഹന പ്രക്രിയ മോശമായതുകൊണ്ടാവാം, ഭക്ഷണ രീതി കൊണ്ടാവാം, ഒബേസിറ്റി കൊണ്ടാവാം, ഇല്ലെങ്കിൽ ഈ മലദ്വാരത്തിന്റെ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ കുടലിന്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പൈൽസ് വരാനുള്ള കോൺസ്റ്റിപ്പേഷൻ വരാം. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മലദ്വാരത്തിന്റെ മുകളിൽ മലാശയം എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ റെക്ടം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ റെക്ടത്തിലാണ് ഈ മലം ഫുള്ള് കെട്ടി നിൽക്കുക. അപ്പം ഇത് ശരിക്ക് ഒരു നമ്മൾ പാമ്പ് എഴയുന്നത് പോലെ, അതായത് ഒരു റിതമിക് മോഷൻ ഉണ്ടാവണം കുടലിന്. ആ റിതമിലാണ് ഇതിങ്ങനെ പുഷ് ചെയ്ത് പോകേണ്ടത്. പിന്നെ നമ്മൾ കുറച്ചൊരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പുഷും കൂടി കൊടുത്താലേ നമുക്ക് ഡിഫിക്കേഷൻ നടക്കുള്ളൂ. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മലം കട്ടിയാവുന്ന ഒരവസരത്തിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, ഈ പൈൽസ് എന്ന് പറയുന്ന രക്തക്കുഴലുകളാണ്. ഈ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലെ ഞരമ്പുകൾ ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഞരമ്പുകൾ ഇങ്ങനെ ബൾജ് ചെയ്ത് വരില്ലേ, അതേ ഒരു എഫക്റ്റാണ് മലദ്വാരത്തിലും വരുന്നത്. ആ പ്രഷർ ഭയങ്കരമായിട്ട് ഹൈ ആവും. അത് 1-2 ദിവസങ്ങളല്ല, ചിലപ്പോൾ മാസങ്ങൾ ഇതേപോലെ ആയിരിക്കാം, കൊല്ലങ്ങൾ ഇതേപോലെ ആയിരിക്കാം. ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഈ വെയിനിന്റെ ഭിത്തികൾ, അതായത് വെസൽ വാൾ എന്ന് പറയും, ആ രക്തധമനികളുടെ രക്തക്കുഴലിന്റെ ഭിത്തി കുറച്ച് ലൂസ് ആവുക, അല്ലെങ്കിൽ ഡൈലേറ്റ് ആവുക, വീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഒരു ചുരുങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ പൈൽസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന്റെ ഓരോരോ സ്റ്റേജസിലേക്ക്, അതായത് പൈൽസ് ബ്ലീഡ് ചെയ്യുന്നതാവാം, പൈൽസിൽ മുകളിലുള്ള തൊലി നീങ്ങി അൾസർ വരുന്ന ഒരു അവസ്ഥയാവാം. പിന്നെ ഒട്ടും സ്റ്റേജസ് ഒന്നും മാറാതെ ഈ 3rd സ്റ്റേജിലും 4th സ്റ്റേജിലൊക്കെ ഉള്ള പൈൽസ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഭയങ്കര വാസ്റ്റ് ആണ്. ഇപ്പം ഇതിൽ നമ്മൾ ആദ്യം സ്റ്റേപ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിരുന്നില്ല. ഇപ്പൊ സ്റ്റേപ്ലറിനെക്കാട്ടും കൂടുതൽ പ്രചാരത്തിലുള്ളത് ലേസറാണ്. ലേസർ ഒരു മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയറാണ്. അതായത് നമ്മൾ മലദ്വാരത്തിലൂടെ ചെറിയൊരു ട്യൂബ് കയറ്റിയിട്ട് മലദ്വാരത്തിലേക്കുള്ള രക്തോട്ടം, ഈ പൈൽസിലേക്കുള്ള രക്തോട്ടത്തിനെ തടഞ്ഞിട്ട് ഈ ലേസർ രശ്മി കൊണ്ട് അതിനെ ചുരുക്കി കളയാം.
അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. അത് രാവിലെ ഈ പറഞ്ഞ പോലെ രാവിലെ ചെയ്തിട്ട് നിങ്ങൾക്ക് വൈകിട്ട് പോവാം. ഒരു 5 to 7 days ഉണ്ടാവും മാക്സിമം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഈ ലേസർ ചെയ്താലും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കുമോ? വളരെ കുറവാണ്, ചാൻസ് കുറവാണ്. ഒരു 5 to 10%. അതിപ്പോൾ എന്തായാലും അപ്പോൾ നമുക്കിപ്പം എന്നോട് ഫസ്റ്റ് ചില പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് ഇതേപോലെ ഭയങ്കര ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഡോക്ടറെ ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ലേസർ ചെയ്യാം, എന്നാൽ പിന്നെ എനിക്കെല്ലാം കഴിച്ചൂടെ. അപ്പം ഞാൻ പറയാം അത് ലേസർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ലേസർ നിങ്ങൾക്ക് ചെയ്യുന്നത് ഇപ്പം ഈ പൈൽസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇനിയും ഇതേപോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെയല്ലേ ശരീരത്തിൽ നടക്കുന്നത്. അപ്പം നമ്മൾ ചെയ്ത ഭാഗങ്ങളിൽ വരില്ല, പക്ഷേ സെക്കൻഡറി ഹെമറോയിഡ്സ് ഉണ്ട്. പ്രൈമറി ഹെമറോയിഡ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, സെക്കൻഡറി ഹെമറോയിഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ പിന്നെയും ട്രീറ്റ് ചെയ്യണം. അപ്പം ഈ രണ്ടാമത് വരിക എന്ന് പറയുന്നത് ഇതൊരു അപ്പൻഡിക്സ് പോലെയുള്ള ഒരു സാധനമില്ല. അപ്പൻഡിക്സിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അപ്പൻഡിസൈറ്റിസ് വരില്ല, ചില ആ അവയവമില്ല. അല്ലെങ്കിൽ പിത്തസഞ്ചി എടുത്തു കളഞ്ഞാൽ പിന്നെ പിത്തസഞ്ചിയിൽ എടുത്തു കളഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പൊ ഹെർണിയ നമ്മൾ അടച്ച് മെഷ് വെച്ചു, പിന്നെ അത് വരില്ല. പക്ഷെ പൈൽസ് അങ്ങനെയല്ല, നമ്മൾ എടുത്തു കളയില്ല, നമ്മൾ അതിനെ ചുരുക്കി കളയാ ചെയ്യുന്നത്. പക്ഷെ രക്തക്കുഴലുകൾ അവിടെ തന്നെ ഉണ്ട്. അപ്പം എന്ത് പറ്റും, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിലും ഇതേപോലെ ലൈഫ് സ്റ്റൈലിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. പക്ഷെ അത് ചെയ്ത് നാളെ തന്നെ വരുന്നല്ല, ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതൊരു റെഡ് സിഗ്നലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലാതെ എനിക്ക് പൈൽസോ ഫിസ്റ്റുലയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി തന്നെ എനിക്ക് കാണിച്ചിരുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പം കോൺസ്റ്റിപ്പേഷൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ശരിക്കും, ഒരു പ്രൈമറി സിംറ്റം ആയിരിക്കണം എന്നില്ല. ഇപ്പം ചിലപ്പം ഈ പൈൽസിന് വേറെ സിംറ്റം എന്ന് പറഞ്ഞാൽ പെയിൻലെസ് ബ്ലീഡിങ് ആണ്. ഇപ്പം ചിലപ്പം ഒരു മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പം ബ്രൈറ്റ് റെഡ് കളറിൽ ഇങ്ങനെ സ്പേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചീറ്റുന്ന രീതിയിലേക്ക് ക്ലോസറ്റിലേക്ക് വരുന്ന കാണാം ബ്ലഡ്. അതായിരിക്കാം ചിലപ്പോൾ പ്രൈമറി സിംറ്റം. പെയിൻലെസ് ആയിരിക്കാം. നമ്മൾ മോഷൻ പാസ് ചെയ്തു, നമ്മൾ വാഷ് ചെയ്ത് ഫ്ലഷ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആയിരിക്കും അതിനകത്ത് ബ്ലഡ് കാണുക, അതും നല്ല സ്പ്രേ പോലെ ഇങ്ങനെ ജെറ്റ് പോലെ ഇങ്ങനെ ഇട്ട്. അപ്പൊ അതൊരു ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് സിംറ്റം. പക്ഷെ ഫിഷറിന് അങ്ങനെയല്ല. ഫിഷർ എന്ന് പറയുന്നത് മുറിവുകളാണ്, മലദ്വാരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളാണ്. ആ മുറിവ് വേദനയോട് കൂടിയിട്ടുള്ള ബ്ലഡ് പോക്കോ ഇല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പം അതിഭീകരമായ വേദന. ഫിഷറിന്റെ വേദന എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു വേദന എന്നാണ് പേഷ്യൻസ് പറയാം. എന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ പേടിയാവും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ ഉണ്ടാവും, മോഷൻ പാസ് ചെയ്യാൻ പേടി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാതിരിക്കും, അത്രയ്ക്ക് വേദനയായിരിക്കും ഒരു 3-4 ദിവസം. പിന്നെ പെയിൻ കില്ലറും മെഡിസിനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പെയിൻ കുറയും. പിന്നെ ഉള്ള നെക്സ്റ്റ് അങ്ങനെ പോകുന്നത് ഈ ഫിഷറിന്റെ. പക്ഷെ ഫിസ്റ്റുലയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ, ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരവും സ്കിന്നുമായിട്ടൊരു ഒരു ടണൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം, അത് പഴുപ്പ് നിറഞ്ഞ ഒരു സാധനമാണ്. അപ്പൊ അതിലൂടെ പഴുപ്പ് വരുന്നത്. അപ്പൊ നമ്മുടെ മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു കുരു പോലെ ഒരു സാധനം വരിക, അതിലൂടെ പഴുപ്പ് വരുന്നതിനാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളുടെയും സിംറ്റംസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ പേഷ്യന്റുമായിട്ട് ഒന്ന് 2-3 പ്രാവശ്യം സംസാരിക്കുമ്പം നമുക്ക് മനസ്സിലാവും എന്താണ് അവരുടെ സിംറ്റംസ്, എന്തായിരിക്കും അവരുടെ ഡിസീസ് എന്ന് നമുക്ക് ഏകദേശം ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഒരു എക്സാമിനേഷൻ നമ്മൾ ആ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. മലാശയ രോഗങ്ങൾ ഏതെങ്കിലും എനിക്കിപ്പോൾ ലിസ്റ്റിലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡ്സ് പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും അത്? ഡെഫിനറ്റ്ലി നോൺ വെജ്, എല്ലാവിധ നോൺ വെജും, പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനവും, ആനിമൽ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഇത് ഡെഫിനറ്റ്ലി ചിക്കൻ, ഫിഷ്, മീറ്റ്, എഗ്ഗ്, ഇതൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കി. കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ? ഡെഫിനറ്റ്ലി ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പിന്നെ ഇപ്പൊ പറയുന്നത് ഫുള്ള് ഞാൻ ഒഴിവാക്കാൻ, ഏത് സർജറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ഒഴിവാക്കാൻ പറയുന്നത്. സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ കറികൾ കഴിക്കാം. ചിക്കൻ കറി ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ സാലഡ്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അതിൻ്റെ കൂടെ കഴിക്കാം, ആഡ് ചെയ്ത് കഴിക്കാം. ഫിഷ് കഴിക്കാം, ഭയങ്കര സ്പൈസി ആയിട്ടല്ല, തേങ്ങ അരച്ച കറികൾ, അങ്ങനത്തെ ബ്ലാൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പുളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അധികം എരിവില്ലാത്ത, അധികം മസാല ഇടാത്ത കറികൾ. പിന്നെ അതേപോലെ ഫ്രൈഡ് എന്തായാലും ഒഴിവാക്കണം.
ഫ്രൈഡ്, ഡീപ് ഫ്രൈഡ് ആയിക്കോട്ടെ, ബ്രോസ്റ്റ് ആയിക്കോട്ടെ, ഷവായ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. ഫ്ലേവേർഡ് റൈസ്, അതായത് ബിരിയാണി ആയിരിക്കാം, നെയ്ച്ചോറായിരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കൊളോണിക് ട്രാൻസിറ്റ് ടൈം എന്ന് പറയും. നമ്മുടെ കുടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടലിലൂടെ മലം പോകുന്ന ഒരു പീരീഡ് ഉണ്ട്, അതിനാണ് കൊളോണിക് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറവാണ് ഏറ്റവും നല്ലത്. ഇത് കൂടുന്തോറും എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം ആഗിരണം ചെയ്യും, നമ്മുടെ ശരീരം തിരിച്ച് ആഗിരണം ചെയ്ത് ഇത് കുറച്ചും കൂടി ഉറപ്പായി വന്ന് അവസാനം കുറച്ച് കട്ടിയായിട്ട് വന്ന് മലാശയത്തിൽ ഇരുന്ന് അത് പിന്നെ അവിടെ തന്നെ ഇരുന്ന് പിന്നെയാണ് ഉണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫൈബർ റിച്ച് ആവുക. ഫൈബർ കൂടുന്തോറും എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിറ്റ് ടൈം കുറയും. അതായത് മോഷൻ ഇങ്ങനെ നല്ല അതിനൊരു സുഗമമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഫൈബർ റിച്ച്, അതായത് തവിട് അടങ്ങിയിട്ടുള്ളത് ഇല്ലെങ്കിൽ നാരടങ്ങിയിട്ടുള്ളത്, അത് ഏറ്റവും കൂടുതലുള്ളത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും, പിന്നെ ചില ധാന്യങ്ങളിൽ, ചില ഡ്രൈഡ് ഫ്രൂട്ട്സിൽ. ഇപ്പം ചോറ് കഴിക്കുന്നതിൽ തവിടുള്ള അരിയില്ല, ഈ മട്ട അരി എന്ന് പറയും, അതിനകത്ത് തവിടുള്ള അരി, പിന്നെ മൾട്ടിഗ്രെയിൻ ആട്ട, ഇതിലൊക്കെ നല്ല തവിട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇതാണ്. പിന്നെ അതേപോലെ ദോശ, ഇഡ്ഡലി, ആവിയിൽ വേവിച്ച സാധനങ്ങൾ ഒക്കെ നമുക്ക് നല്ലതാണ് ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഡയറ്റ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മളൊരു 2 to 3 liters ഓഫ് വാട്ടർ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യണം. പിന്നെ ഒരുപാട് ഇരിക്കുന്ന ആൾക്കാർക്കും പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കില്ല, നമ്മൾ എ സിയിലേക്ക് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ഇരിക്കുന്ന ആ ഒരു ഏരിയ നമുക്ക് എപ്പോഴും ചൂടും എപ്പോഴും ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഒന്നുകിൽ പ്രൊക്ടോളജിയുള്ള എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, അല്ലെങ്കിൽ പൈൽസ്, ഫിഷർ, ഫിസ്റ്റിൽ എന്തെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു ഡോണറ്റ് പില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഷ്യനുള്ള പില്ലോ ഉണ്ട്, അതിലിരിക്കാം. അല്ലെങ്കിൽ 1 hour കൂടുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് അറൗണ്ട് ചെയ്യാം. അത് നമ്മുടെ അവിടുത്തെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം, കാര്യങ്ങളൊക്കെ. ഓക്കെ. ഈ മലയാളികൾക്ക് അനറക്ടൽ ഡിസീസ് എന്തോ എന്നുള്ളത് അവർക്ക് പൈൽസാ, അങ്ങനെ ഒരു സംഗതിയുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൈൽസ് ആണെന്ന് കരുതി വെച്ചുകൊണ്ടെന്ന് ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ ശതമാനം എത്രമാത്രം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? അത് അതിനൊരു പ്രത്യേക ഒരു കണക്ക് കാര്യങ്ങളില്ല, പക്ഷേ എനിവേ ഒരു കോമൺ ലിറ്ററേച്ചറിൽ അതിനൊരു 1% to 2% ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 100 പേരിൽ നമ്മൾ കാണുകയാണെങ്കിൽ 1-2 പേര് ഇതേപോലെ ചേഞ്ച് ആവാൻ, നമ്മൾ കാണുന്നതിൻ്റെ ക്യാൻസറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ശരിക്കും ഇങ്ങനത്തെ അതിന് ഏറ്റവും കൂടുതൽ ചില സിംറ്റംസ് ഉണ്ട്, ടിപ്പിക്കലായിട്ട് ക്യാൻസറിനുള്ള സിംറ്റംസ്. അതായത് ഈ പെയിൻലെസ് ബ്ലീഡിങ് ആവാം ഒന്ന്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ, രാവിലെ എണീറ്റ ഉടനെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോവുക. ടോയ്ലറ്റിൽ പോകുമ്പോൾ തന്നെ കുറച്ച് ലിക്വിഡായിട്ടുള്ള മോഷനും ഈ ബ്ലഡും കൂടി ചീറ്റി പോവുക. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സിംറ്റം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അത് കുടലിൻ്റെ ലെവൽ അനുസരിച്ചാണ് പിന്നെ ഉള്ളത്. ഇപ്പം നമുക്ക് സിഗ്മോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. സിഗ്മോയിഡിൽ നമുക്ക് ഇത് വരികയാണെങ്കിൽ, ക്യാൻസർ പോലെയുള്ള ഒരു ഇത് വരികയാണെങ്കിൽ മലബന്ധമാണ് ഏറ്റവും കൂടുതൽ, കോൺസ്റ്റിപ്പേഷനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. വെച്ചാൽ അവിടെ ഒരു സ്ട്രിക്ചർ പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് മോഷൻ പാസ് ആവാനുള്ള ഒരു പ്രശ്നം. ഇപ്പം സീക്കം പോലെ, അതായത് വൻകുടലിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് എത്തുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിലാണ് അപ്പൻഡിക്സ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സീക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉള്ളത്. സീക്കം എസെൻഡിങ് കോളൻ, അതായത് സീക്കം കഴിഞ്ഞിട്ടുള്ള പോർഷനും സീക്കവും അവിടെ ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടെങ്കിൽ ബ്ലീഡിങ്, അനീമിയ, അതായത് രക്തക്കുറവ്, അത് നമ്മൾ അറിയാതെ തന്നെ അതിനകത്ത് ഈ ക്യാൻസറിന് ചെറുതായിട്ട് രക്തം ഇങ്ങനെ പൊടിഞ്ഞു പോകും. പക്ഷെ നമുക്ക് മലത്തിൽ അത് കാണാൻ പറ്റില്ല. പക്ഷെ മലത്തിൽ ചെറിയ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിന്റെ അംശവും കാണാം. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതേപോലെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ റെക്ടൽ ക്യാൻസർ ആണെങ്കിൽ, അതായത് മലാശയത്തിലേക്ക് വരുന്ന ക്യാൻസർ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്യൂരിയസ് ഡയറിയ എന്ന് പറയും, പെട്ടെന്ന് ഇങ്ങനെ വയറ്റിന്ന് പോകാൻ തോന്നും. അത് കുറച്ച് നീരും ബ്ലഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥ, അത് ഏർലി മോർണിംഗ്. പിന്നെ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്, നമുക്ക് ചിലപ്പം മലം കട്ടിയായി പോവും, ചിലപ്പോൾ വെള്ളം പോലെ പോവും, അങ്ങനത്തെ ഒക്കെ ഓരോ അവസ്ഥകൾ. ഇങ്ങനത്തെ ഒക്കെ ഓരോ സിംറ്റംസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് സംതിങ് ഇസ് റോങ്.
അപ്പം നമ്മളത് അതിനെ അഡ്രസ്സ് ചെയ്യുക. അത് പിന്നെ നമ്മൾ എക്സാമിനേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നുമില്ല, ഇത് പൈൽസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്വന്തം ചികിത്സിക്കാതെ, അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ഇതേപോലെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്, എനിക്കൊരു സിറപ്പ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചോദിക്കാതെ ഒരു കൺസൾട്ടേഷൻ അല്ലേ ഉള്ളൂ, ഒരു കൺസൾട്ടേഷൻ ചെയ്യാം. ആ ഡോക്ടർ ഒന്ന് കണ്ട് അവിടെ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അത് ഇപ്പം കേരളം ശരിക്കും നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഡോക്ടേഴ്സിൻ്റെയും പേഷ്യൻസിൻ്റെയും ഒരു ഡോക്ടർക്ക് 1000-ൽ താഴെ പേഷ്യൻസ് ഉണ്ടാവുന്ന റേഷ്യോ ഉള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് അല്ലേ. ഒരു പേഷ്യൻറ്റിന് ഇപ്പം എവിടെ നിന്നാണെങ്കിലും ഏത് ഗ്രാമത്തിലാണെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് പോയി കാണാം. ശരിക്കും ഇത് കണ്ട് ഇത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഉള്ളതെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ ശരിക്കും. പേഷ്യൻസിന് അതൊന്ന് അവയർനെസ് ഒന്ന് കിട്ടിയാൽ